സ്വർണ്ണാഭരണങ്ങളിൽ അലങ്കരിക്കപ്പെട്ട ദേവക്ഷേത്രം. ആഴങ്ങളിൽ നിഗൂഢതയും അനുസ്മരണങ്ങളുമായി മഹത്വത്തിന്റെ അടയാളമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം. ലോകജാലകത്തിന്റെ ഈ ഒരു എപ്പിസോഡ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങൾ തേടിയാണ്. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരിയിലെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അനന്തൻ, ആദിശേഷൻ എന്ന നാഗത്തിന്റെ പുറത്ത് മഹാലക്ഷ്മി ദേവിയോടൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് ഏറ്റവും പ്രധാന പ്രതിഷ്ഠ. പത്മനാഭസ്വാമിയെ കൂടാതെ ഉഗ്രമൂർത്തിയായ തെക്കേടത്ത് നരസിംഹമൂർത്തി, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യ പ്രധാനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിലെ കിഴക്കേ കോട്ടയുടെ വാതിലിന് അഭിമുഖമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരസഭയുടെ മുഖമുദ്രയിൽ ഒന്നാണ്. വിഷ്ണുഭക്തനായ തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാന് സമർപ്പിച്ച രേഖയാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു. തമിഴ് സാഹിത്യത്തിലെ പ്രശസ്തരായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തി 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായ ഗണപതി, ധർമ്മശാസ്താവ്, ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ, ഹനുമാൻ, വേദവ്യാസൻ എന്നിവരും പ്രതിഷ്ഠയുണ്ട്. മീനമാസത്തിൽ രോഹിണി കൊടിയേറുകയും തുലാമാസത്തിൽ തിരുവോണം ആറാടുകയും 10 ദിവസം വീതം നീണ്ടു നിൽക്കുന്ന 2 ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഇതുകൂടാതെ ചിങ്ങമാസത്തിൽ അഷ്ടമരോഹിണി, തിരുവോണം, വിഷു, വൈകുണ്ഠ ഏകാദശി, മകരസംക്രാന്തി, വൈശാഖ പുണ്യമാസം, കർക്കിടക സംക്രാന്തി തുടങ്ങിയവയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. 6 വർഷത്തിലൊരിക്കൽ പ്രശസ്തരായ ദേവപണ്ഡിതരുടെ വക മുറപൂജയും നടക്കാറുണ്ട്. തിരുവിതാംകൂർ രാജഭരണ കുടുംബം നടത്തുന്ന ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്ഭവം പുരാതന കാലത്ത് തന്നെ നഷ്ടപ്പെട്ടു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഗ്രഹം എപ്പോൾ ആര് സമർപ്പിച്ചു എന്നതിനുള്ള വിശ്വസനീയമായ ചരിത്രരേഖകളിൽ നിന്നോ മറ്റു സ്രോതസ്സുകളിൽ നിന്നോ ഏതെങ്കിലും ഒരു കൃത്യമായ കണ്ടെത്തലുകൾ ഇതുവരെ സാധിച്ചിട്ടില്ല. പുരാണങ്ങളിൽ ക്ഷേത്രത്തിന് പരാമർശമുണ്ട്. ബാലരാമ ക്ഷേത്രം സന്ദർശിച്ചു പത്മതീർത്ഥത്തിൽ കുളിക്കുകയും നിരവധി വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തു. 9-ാം നൂറ്റാണ്ടിലെ ഒരു കവിയും ആൽവാർ പാരമ്പര്യത്തിലെ 12 വൈഷ്ണവ സന്യാസിമാരിൽ ഒരാൾ നന്മവാർ പത്മനാഭനെ സ്തുതിച്ച് 10 സ്തോത്രങ്ങളും രചിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിലെ ഡോക്ടർ LR രവിവർമ്മ പോലുള്ള ചില പ്രശസ്തരായ എഴുത്തുകാർ, ചരിത്രകാരന്മാർ എന്നിവരുടെ അഭിപ്രായ പ്രകാരം 5000 വർഷങ്ങൾക്ക് മുമ്പ് കലിയുഗത്തിന്റെ ആദ്യ ദിവസം സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. കലിയുഗത്തിന്റെ 950-ാം വർഷം വിഗ്രഹത്തിന്റെ പുനഃസ്ഥാപനം നടത്തിയുണ്ടായി. 960-ാം കലിവർഷത്തിൽ കോതമാർത്താണ്ഡ അഭിശ്രാവണ മണ്ഡപം നിർമ്മിച്ചു. പ്രധാന ദേവൻ വിഷ്ണുവിനെ അനന്തശയനം ഭാവത്തിൽ പണി കഴിപ്പിച്ചു. സർപ്പമായ ആദിശേഷനിൽ ഉറങ്ങുന്ന ശ്രീ പത്മനാഭസ്വാമി തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കുലദേവതയാണ്. തിരുവിതാംകൂർ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയാണ്. മേൽക്കൂരയോട് കൂടിയ ശിവപുരയ്ക്ക് 365 കരിങ്കൽ തൂണുകളുണ്ട്. ഇവയ്ക്ക് ദീപലക്ഷ്മിയുമുണ്ട്. വ്യാളികൾ കാവൽ നിൽക്കുന്നു. കിഴക്കേ നടവഴി വേണം വിശാലമായ നാടകശാലയിൽ പ്രവേശിക്കാൻ. ചീവേലിപ്പുരയിൽ കടന്ന് വടക്കുവശത്തേക്ക് നടന്നാൽ പണ്ട് 2000 പേർക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന വലിയ മടപ്പള്ളി കാണാം. അവിടെ എന്നും ഉച്ചയ്ക്ക് അന്നദാനമുണ്ടാകും. അതിന്റെ സ്വാദിനൊരു പ്രത്യേകതയുണ്ട്. ഭഗവാന് നേതിച്ച നിവേദ്യമാണ് ലഭിക്കുന്നത്. കിഴക്ക് വടക്ക് കോണിലായി അഗ്രശാല ഗണപതിയെയും കാണാം. ഒപ്പം വിശാലമായ കിണറും കാണാം. തെക്കുഭാഗത്ത് ശ്രീധർമ്മശാസ്ത്രാവിനെയും പടിഞ്ഞാറ് തിരുവമ്പാടി ശ്രീകൃഷ്ണനെയും വടക്ക് ക്ഷേത്രപാലകനെയും കാണാം. ശ്രീ പത്മനാഭനെ തൊഴുതു നിൽക്കുന്ന 21 ശിലാവിഗ്രഹങ്ങളും നിരനിൽക്കുന്ന സ്ഥലത്ത് ഒരാൾ പൊക്കത്തോളം വരുന്ന ഹനുമാനെയും കാണാം. ഒപ്പം ഗരുഡനെയും കാണാം. ഇതിലൂടെ സഞ്ചരിച്ച് ശ്രീകോവിലിന് മുന്നിലെത്തും. ഈ ദിവ്യ ഹനുമാൻ രൂപത്തിൽ ചാർത്തുന്ന വെണ്ണ കേടാകുകയോ ഉറുമ്പോ മറ്റു പ്രാണികളോ കഴിക്കുകയുമില്ല. അതികഠിനമായ ചൂടിൽ പോലും ഈ വിഗ്രഹത്തിലെ വെണ്ണ ഉരുകാറില്ല. 1934 ക്ഷേത്രത്തിലുണ്ടായ അഗ്നിബാധയിൽ പോലും വിഗ്രഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അത്ഭുതം തന്നെയല്ലേ? അനന്തപത്മനാഭന്റെ ശ്രീകോവിലിന് മുമ്പിൽ നാലമ്പല നടയിലേക്ക് നടന്നാൽ മധ്യഭാഗത്തായി ശ്രീകോവിൽ കാണാം. 3 വാതിലിലുള്ള നാലമ്പലം വിശാലമാണ്. ഭീമാകാരമായ ഒരു ശിലയും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത മണ്ഡപവുമാണുള്ളത്. ചതുരത്തിലെ 10 വൃത്താകൃതിയിലെ 4 സ്വർണ്ണം പൊതിഞ്ഞ തൂണുകളും മുകൾ തട്ടിൽ സ്വർണ്ണ തോരണ അലങ്കാരപ്പണികളും രാജകീയ പ്രൗഢിയോട് കൂടിയാണ് മണ്ഡപത്തിൽ കാണുന്നത്. ഭാവിഭൂത വർത്തമാന പ്രതീകമായ 3 വാതിലുകൾ കൂടിയാണ് ശ്രീ പത്മനാഭന്റെ പള്ളികൊള്ളൽ കണ്ടു തൊഴേണ്ടത്. എന്താണ് ശ്രീ പത്മനാഭന്റെ വിഗ്രഹ ചൈതന്യ രഹസ്യം? വർഷങ്ങൾക്ക് മുമ്പ് നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നെടുത്ത 12008 സാളഗ്രാമ ശിലകൾ കൊണ്ട് 18.5 അടി നീളത്തിലാണ് വിഗ്രഹം മെനഞ്ഞിരിക്കുന്നത്. 2.5 കൊല്ലം കൊണ്ടാണ് ഈ സാളഗ്രാം ആനകൾ അവിടെ എത്തിക്കുന്നത്. ഉടൽ 3 ചുരുളുകളായി കിടക്കുന്ന 5 പത്തിയുള്ള അനന്തന്റെ പുറത്ത്
അർദ്ധനിമീലിത നേത്രനായി യോഗ നിദ്രയിൽ ശയിക്കുന്ന രൂപത്തിലാണ് ഭഗവാന്റെ രൂപം. വലതു കൈക്ക് താഴെ ശിവലിംഗവും ഇടതു കൈയിൽ താമരമുകുളവും ഉണ്ട്. ഭഗവാന്റെ നാഭിയിൽ നിന്ന് വിടരുന്ന താമരയിൽ ബ്രഹ്മാവിരിക്കുന്നു. അങ്ങനെ ഈ മഹാക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിനുള്ളിൽ തന്നെ പുണ്യാത്മാക്കളെ നയിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ കുടികൊള്ളുന്നു. നാഭിയിൽ പത്മമുള്ളതിനാൽ പത്മനാഭനായി. ശ്രീദേവി, ഭൂമിദേവി, ദിവാകര മുനി, മാർക്കണ്ഡേശ്വര മഹർഷി ഇവരുടെ ശക്തമായ വിഗ്രഹങ്ങൾ പ്രത്യേക പീഠികളായി മധ്യവാതിലിനു നേർക്ക് മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും വിഗ്രഹങ്ങളുണ്ട്. അവനെ തൊഴുതിറങ്ങിയാൽ അവിടെ തന്നെ വടക്കേ നടയ്ക്ക് സമീപം പത്മനാഭനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിനെയും സീതാദേവിയെയും ശ്രീലക്ഷ്മണനെയും രാജകീയ വേഷഭൂഷാദികളോട് കൂടിയ വിഗ്രഹങ്ങൾ കാണാം. വനവാസകാലത്തെ ആഡംബരരഹിതമായ വിഗ്രഹങ്ങളുമുണ്ട്. കൂടെ ഹനുമാൻ സ്വാമിയുമുണ്ട്. വെള്ളിയിലെ ഗണപതിയുമുണ്ട്. തെക്കുഭാഗത്ത് ഒരു കയർ തൊട്ടിലിൽ ഉണ്ണിക്കണ്ണന്റെ കൽവിഗ്രഹവുമുണ്ട്. ഇവയിൽ വണങ്ങി പ്രാർത്ഥിക്കുന്നതിന് ജന്മാന്തര ദുരിതങ്ങൾ മാറാനും സർവ്വ ഐശ്വര്യത്തിനും നല്ലതാണ്. തെക്കേ നടയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ചെമ്പ് മേഞ്ഞ ഉപക്ഷേത്രത്തിൽ പഞ്ചലോഹ നിർമ്മിതമായ ഉഗ്ര നരസിംഹമൂർത്തി കുടികൊള്ളുന്നു. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ സമയത്ത് ആറാട്ടാഘോഷത്തിനിടയിൽ ഒരാനയെ ആരോ വിരട്ടി രാജാവിന് നേർക്ക് തിരിച്ചുവിട്ടു. തിരുമനസ് നിന്നിടത്തു തന്നെ നിന്നു നരസിംഹമൂർത്തിയെ ഭജിച്ചു. ഗജവീരൻ രാജാവിന്റെ മുന്നിലെത്തി മുട്ടുകുത്തി നിന്നു. പൊതുജനത്തിന്റെ മുന്നിൽ തിരുമനസിനെ നരസിംഹത്തിന്റെ ഭാവത്തിലാണ് കണ്ടത്. ആപത്തുകാലങ്ങളിൽ മുൻസൂചനയായി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് സിംഹത്തിന്റെ ഭയാനക ഗർജനവും കേൾക്കാറുണ്ടത്രേ. രൗദ്രഭാവം കുറയ്ക്കുന്നതിനായി അന്നത്തെ കാലത്ത് ഒരു സന്യാസി വര്യർ ചില ക്രിയകൾ ചെയ്യുമായിരുന്നു. അതിന് പാരിതോഷികമായി മണക്കാട് പള്ളിയുടെ അടുത്ത് കുറെ സ്ഥലം നൽകുകയും ആ സന്യാസിവരന്റെ ജീവൻ സമാധി നടത്തുകയും ചെയ്യും. തീരാവ്യാധികൾക്ക് പ്രാർത്ഥന നടത്തിയാൽ അനുഭവം കൃത്യമായി ലഭിക്കുമെന്നാണ് വിശ്വാസം. ശ്രീ പത്മനാഭന്റെ നിവേദ്യങ്ങൾ എന്താണെന്ന് കണ്ടാലോ. പാൽപായസമാണ് പ്രധാന നിവേദ്യം. പിന്നെ മേനിപ്പായസം, ഉണ്ണിയപ്പം, നെയ്വിളക്ക്, കറുത്തവാവ് ഏകാദശി, തിരുവോണം, പൊന്നിൻ ശിവേലി എന്നിവ കാണേണ്ടതാണ്. ഇനി നമുക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ചില രഹസ്യങ്ങൾ അറിഞ്ഞാലോ. 2011 ജൂൺ 27 സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കോടതി നിയോഗിച്ച 7 അംഗ സംഘം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്നത്. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായ CS രാജൻ, MS കൃഷ്ണൻ, മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ തുടങ്ങിയവരടങ്ങിയ പരിശോധനാ സംഘത്തിന്റെ കൺമുൻപിൽ തെളിഞ്ഞത് വിലമതിക്കാനാവാത്ത നിധിശേഖരം. ചിത്രങ്ങൾ എടുത്ത് ഡോക്യുമെന്ററി ചെയ്ത് കണക്കുകൾ തിട്ടപ്പെടുത്തി സുരക്ഷിതമായി അതേ നിലവറകളിൽ തന്നെ മടക്കി വെക്കാനും പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി അന്ന് ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് MS കൃഷ്ണൻ, രാജകുടുംബാംഗം ആദിത്യവർമ്മ, ഡോക്ടർ M വേലായുധൻ നായർ, ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ, സംസ്ഥാന സർക്കാർ പ്രതിനിധി എന്നിവരടങ്ങിയ കമ്മിറ്റിയെയും ഡോക്ടർ M വേലായുധൻ നായർ കോഓർഡിനേറ്ററായി ഡോക്യുമെന്ററിയെയും മൂല്യനിർണ്ണയത്തിനായി എക്സ്പേർട്ട് കമ്മിറ്റിയെയും നിർമ്മിച്ചു. 3.5 വർഷത്തെ കഠിന പ്രയത്നങ്ങളുടെ ഫലമായി 2015 ഒക്ടോബർ 30 സുപ്രീം കോടതി റിപ്പോർട്ട് സമർപ്പിച്ചു. പരിശോധന അതിശയിപ്പിച്ച സ്വർണ്ണ തിളക്കമായിരുന്നു നിലവറകളിൽ. ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത രത്നങ്ങൾ, 1.5 അടിയിലേറെ വലിപ്പമുള്ള 1500-ലേറെ സ്വർണ്ണ കലശക്കുടങ്ങൾ, രത്നങ്ങൾ പതിച്ച കിരീടം, അഭിഷേക വിഗ്രഹങ്ങളിൽ ചാർത്താനുള്ള രത്നങ്ങളാൽ കവചിതമായ ചതുർബാഹു അങ്കി, നെൽമണിയുടെ വലുപ്പത്തിൽ സ്വർണ്ണമണികൾ, സ്വർണ്ണ ദണ്ടുകൾ, വിലമതിക്കാത്ത ശേഖരം. ABCDEF എന്നീ 6 നിലവറകളാണ് ശ്രീ പത്മനാഭന്റെ ശ്രീകോവിലിനും ചുറ്റുമായി സമർപ്പണ ശേഖരം സൂക്ഷിക്കുന്നത്. ഇതിൽ EF നിലവറകളിൽ നിത്യപൂജയ്ക്കുള്ള സാമഗ്രികളാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ ദിവസവും ഇത് തുറക്കാറുണ്ട്. CD നിലവറകളിൽ വിശേഷാവസരങ്ങളിൽ ആവശ്യമുള്ളതാണ് വെച്ചിരിക്കുന്നത്. ഇതും ഇടയ്ക്കിടയ്ക്ക് തുറക്കും. കോടതി ഉത്തരവിനെ തുടർന്ന് A നിലവറ തുറന്നു. B നിലവറ ഇതുവരെ തുറന്നിട്ടുമില്ല. 6 നിലവറകളിൽ നിന്നായി 42,000-ലേറെ വിശുദ്ധ വസ്തുക്കളാണ് മൂല്യനിർണ്ണയ കമ്മിറ്റി വിലയിരുത്തിയത്. ഇവയുടെ ചിത്രങ്ങൾ അടക്കമുള്ള വിവരം കമ്മിറ്റി സുപ്രീം കോടതിയെ സമർപ്പിച്ചു. 2000-ലേറെ ശരപ്പുളി മാലകളുണ്ട് ശേഖരത്തിൽ. എല്ലാ മാലകൾക്കും പതക്കങ്ങളുമുണ്ട്. 18 അടി നീളമുള്ളതാണ് 3 മാലകൾ. 18 അടി നീളമുള്ള അനന്തശയനായ പത്മനാഭ വിഗ്രഹത്തിന് ചാർത്താൻ പാകത്തിലുള്ളവയാണിവ. 850 ഗ്രാം ഭാരമുണ്ട് ഓരോന്നിനും. സ്വർണ്ണ നാണയങ്ങൾക്ക് മാത്രം 750 കിലോഗ്രാം വരും. അതിൽ റോമൻ വെനീസ് നാണയങ്ങളും ഉൾപ്പെടുന്നു. ക്രിസ്തുവിന്റെ ശിരസ് ചിത്രീകരിച്ച റോമൻ വെനീസ്, അറേബ്യൻ നാണയങ്ങളും ഏറെയുണ്ട്. വെനീഷ്യൻ നാണയങ്ങൾക്ക് ഏകദേശം 3 ഗ്രാം വരെ ഭാരമുണ്ട്. ഏകദേശം 20-ാം നൂറ്റാണ്ടിൽ പകുതി വരെയുള്ള എല്ലാ സ്വർണ്ണ സ്വത്തിലും ശ്രീ പത്മനാഭന്റെ അച്ചുമാർക്കുണ്ട്. ഓരോ നിലവറയിലും എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. A നിലവറ. ഗർഭഗൃഹത്തിന്റെ തെക്ക് പുറം ചുറ്റിലാണ് A നിലവറ. നിലത്തെ കരിങ്കൽ പാളികൾ മാറ്റിയാണ് നിലവറയ്ക്കുള്ളിൽ കടക്കുന്നത്. നിലവറ തുറക്കുമ്പോൾ ആദ്യം അറയുടെ നേരെ കാണുന്നത് 2 അടിയോളം പൊക്കമുള്ള കരിങ്കലിൽ കൊത്തിയ സർപ്പരൂപവും. ഇതിന്റെ പിന്നിലാണ് B നിലവറ. ഇതുവരെ കണക്കെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നാണയങ്ങളുടെ ശേഖരം കിട്ടിയത് A നിലവറയിൽ നിന്നാണ്. 2 തട്ടിലായിട്ടാണ് ഈ നിലവറ കാണുന്നത്. ഗർഭഗൃഹത്തിന്റെ അടിവരെ നിലവറ എത്തുമെന്നാണ് വിശ്വാസം. സ്വർണം, വെള്ളിക്കട്ടകൾ,
12ഓളം ഇരുമ്പ് ജാറുകളിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും സ്വർണ്ണമണികളും ഉണ്ടെന്നാണ് കേൾവി. ഈ നിലവറ തുറക്കാൻ കഠിനമായി ശ്രമിച്ചെങ്കിലും നടന്നില്ല. 2011 ജൂൺ 30 ഇതിന്റെ രണ്ടാം വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ജസ്റ്റിസ് VS രാജന്റെ കാല് മുറിഞ്ഞ് നിലവറയിൽ രക്തം വീണു. അതോടെ നിലവറ തുറക്കാനുള്ള ശ്രമവും അവർ ഉപേക്ഷിച്ചു. കോടതി വിവരം അറിയിച്ചു. നിലവറ തുറക്കുന്നതിൽ ചില വിശ്വാസങ്ങൾ കൂടി പരിഗണിക്കണമെന്ന അഭിപ്രായം കണക്കിലെടുത്ത് ഇനി ഒരു ഉത്തരവുണ്ടാകും വരെ ഈ നിലവറ തുറക്കണ്ട എന്ന് സുപ്രീം കോടതി വിധിച്ചു. കോടതിയുടെ ഇപ്പോഴത്തെ ബെഞ്ചും അതേ തീരുമാനത്തിലാണ്. സി നിലവറ വ്യാസകോണിലാണ്. പഴയകാല സുർക്കിക്കൂട്ടിൽ കെട്ടിയ ചുവർ അലമാര പോലെയുള്ള അറകൾ. അതിൽ സ്വർണ്ണദണ്ട്, സ്വർണ്ണക്കൊപ്ര, പ്രത്യേക ചടങ്ങുകൾക്കും ഉത്സവങ്ങൾക്കും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ, ഭഗവാന് ചാർത്താനുള്ള ആഭരണങ്ങൾ, സ്വർണ്ണക്കൂടുകൾ, നാഗപടം, വലിയ കാണിക്കയിടുന്ന നാണയങ്ങൾ ഇവയെല്ലാം ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് മുറിയിൽ തടിപ്പെട്ടിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഡി നിലവറ വ്യാസഭഗവാന്റെ പിന്നിലാണ് ഡി നിലവറ. പ്രത്യേക ദിവസങ്ങളിലും ഉത്സവത്തിനും ഉപയോഗിക്കുന്ന ഗരുഡ വാഹനങ്ങളുടെ അലങ്കാര വസ്തുക്കളാണ് ഇവിടെ. ഈ നിലവറ തെക്കേണമെന്നറിയപ്പെടുന്ന നരസിംഹമൂർത്തിയുടെ നിത്യപൂജയ്ക്കുള്ള സാമഗ്രികളാണ് ഈ നിലവറയിലുള്ളത്. പട്ടുവിരിച്ച കരിങ്കൽ തറയിൽ ദീപാരാധന തട്ടുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ അടുക്കി വെച്ചിരിക്കുന്നു. എഫ് നിലവറ ശ്രീ പത്മനാഭന്റെ നിത്യപൂജയ്ക്കുള്ള സാമഗ്രികളാണ് എഫ് നിലവറയിലുള്ളത്. ശ്രീ പത്മനാഭന്റെ 3 വിഗ്രഹങ്ങളാണ് നിത്യപൂജയ്ക്കുള്ളത്. അനന്തശയനായ ശ്രീ പത്മനാഭൻ, അഭിഷേക വിഗ്രഹം, പിന്നെ ശിവേലി വിഗ്രഹം. ഇവ 3നും നിത്യേനയുള്ള പൂജയ്ക്ക് ആവശ്യമായ ആഭരണങ്ങളും പൂജാദ്രവ്യങ്ങളുമാണ് ഇവിടെ ഉള്ളത്. പെരിയ നമ്പിയാണ് ഇവിടുത്തെ താക്കോലുകൾ സൂക്ഷിക്കുന്നത്. പെരിയ നമ്പി മാറുന്ന ഒറ്റയ്ക്കൽ മണ്ഡലത്തിലെ കുടമാറ്റ ചടങ്ങിൽ താക്കോലും കൈമാറും. ഇനി 2 നിലവറകൾ കൂടി. കോടതി ഇടപെട്ടതിനു ശേഷം അമിക്കാസ് ക്യൂറിയുടെ നിർദ്ദേശപ്രകാരം 2 അറകൾ കൂടി പുതുതായി തയ്യാറാക്കിയിരുന്നു. ജിയും എച്ചും. ശ്രീകോവിലിന്റെ വടക്കുള്ള മുതൽപ്പടി മുറികളാണ് GH എന്ന് പേരിട്ടിരിക്കുന്നത്. നിത്യേനയുള്ള നടവരവും കാണിക്കകളും കണക്കെടുത്ത് സൂക്ഷിക്കാനുള്ള പത്തായപ്പുര പോലുള്ള അറകളാണ് മുതൽപ്പടി. അവയിൽ പഴയതും പുതിയതുമായ നടവരവുകൾ എണ്ണി രേഖപ്പെടുത്തി സൂക്ഷിക്കുകയാണ് പതിവ്. ഉത്സവാഘോഷങ്ങൾക്കുള്ള കൊടിക്കൂറുകളുടെ ചാമരം, കുറ്റികളും വെള്ളിതണ്ടുകളും ഈ അറകളിൽ നിക്ഷേപിച്ച് പുതിയതായി രേഖപ്പെടുത്തി. ഉത്സവത്തിനാവശ്യമായ വെള്ളിമൂടി, പല്ലക്ക്, തലയണ, കുട, ചന്ദനക്കിണ്ണം, 35 കിലോളം ഭാരം വരുന്ന വെള്ളിക്കട്ടകൾ, ചാമരക്കുറ്റികൾ എന്നിവയാണ് ഈ 2 അറകളിലുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങൾ സഞ്ചയത്തിലെ സമുദ്രം പോലെയാണ്. അതിന്റെ ആഴവും അകലവും ഒരിക്കലും പൂർത്തിയാവുകയില്ല. പുതിയൊരു രഹസ്യത്തിന്റെ വാതിൽ തുറക്കാനായി വീണ്ടും കാണാം ലോകജാലകത്തിന്റെ അടുത്തൊരു എപ്പിസോഡിൽ.